രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ച്. കേസിന്റെയും FIR-ന്റെയും വിവരങ്ങൾ കൈമാറും. നീക്കം അടുത്ത ആഴ്ച സഭ ചേരാനിരിക്കെ. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസിനും രാജിവെക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടുത്ത മാസത്തോടു കൂടി തന്നെ നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു നടപടി എന്ന നിലയിലേക്ക് പൊളിച്ചിരുന്നത്. കേസിൻ്റെ വിവരങ്ങൾ, അതായത് ഈ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട തരത്തിൽ അതോടൊപ്പം തന്നെ വിവിധ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ആ വിവിധ കേസുകളുടെ വിവരങ്ങൾ ഇപ്പോൾ സ്പീക്കർക്ക് അറിയിക്കാനായിട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. അതായത് FIR അടക്കമുള്ള കാര്യങ്ങൾ, ഇട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കേസിൻ്റെ സ്ഥിതികൾ, ഈ നിലവിൽ ഏത് രീതിയിലാണ് കേസ് നടക്കുന്നത്, അതിൻ്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്പീക്കറെ ധരിപ്പിക്കും. സ്പീക്കർ ധരിപ്പിക്കുന്നതോടുകൂടി തന്നെ ഇത് നിയമപരമായി ഈ കേസ് സ്പീക്കറുടെ മുന്നിലേക്ക് കൂടി എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവും. കാരണം സ്പീക്കർക്ക് കൂടി തീരുമാനമെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അത് എങ്ങനെ സ്വീകരിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം എത്തിച്ചേരുന്നതിന് കൂടി ഇത് കാരണമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നീക്കം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അത് സ്പീക്കറെ അറിയിച്ചുകൊണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയങ്ങൾ, ലൈംഗികാരോപണങ്ങളെല്ലാം സ്പീക്കറെ കൂടി അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇത് കേസുകൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഈ കേസുകൾ അന്വേഷിച്ചതും അതോടൊപ്പം തന്നെ ഓഡിയോ ക്ലിപ്പിംഗ് അടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്പീക്കറെ കൂടി അറിയിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവമാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ. ഈ പരാതി ആരും നൽകിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നതെങ്കിൽ പലയിടങ്ങളിൽ നിന്നും നേരിട്ടല്ലാതെയും പരാതികൾ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ സാഹചര്യം കൊണ്ട് അതോടൊപ്പം തന്നെ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നു. അതിൽ ഗർഭചിത്രത്തിലടക്കം നിർബന്ധിക്കുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പിങ്ങും പുറത്തു വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങളടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിഷയത്തിൽ പലരുടെയും മൊഴികളടക്കം രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ വിവരം എന്തൊക്കെയാണോ ഈ കേസുമായി ബന്ധപ്പെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്, നടന്നത്, ആ സംഭവങ്ങളെല്ലാം സ്പീക്കറെ ബോധിപ്പിക്കുക, സ്പീക്കറെ അറിയിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരും തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിലൂടെ ഒരു നീക്കം നടത്തുന്നത്. വിഷ്ണു, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.